ഭീകരർക്ക് മുന്നറിയിപ്പ് നൽകി പ്രധാനമന്ത്രി. ഭാരതത്തിന്റെ ആത്മാവിനെ തകർക്കാൻ ഭീകരതയ്ക്കാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ബീഹാറിലെ മധുബാനിയിൽ ദേശീയ പഞ്ചായത്ത് രാജ് ദിന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഏറ്റവും ശക്തമായ ഭാഷയിലുള്ള മുന്നറിയിപ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ഭീകരർക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ രാജ്യം കണ്ട ഏറ്റവും വലിയൊരു ഭീകരവേട്ടയായി ഇത് പരിണമിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അതിശക്തമായൊരു ഭീകരവേട്ടയിലേക്ക് തന്നെയാണ് ഭാരതം പോകുന്നത് എന്ന കൃത്യമായ സൂചന തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. വളരെ കൃത്യമായൊരു സൂചന അല്ലെങ്കിൽ കൃത്യമായൊരു മുന്നറിയിപ്പ് തന്നെയാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ കൃത്യമായി മലയാള ഭാഷയിൽ കൃത്യമായി പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ ഭീകരർക്ക് അവർ ചിന്തിക്കുന്നതിലപ്പുറമുള്ള പ്രതിഫലം ലഭിക്കും. ഭീകരരുടെ താവളങ്ങളെല്ലാം തന്നെ മണ്ണടിയുന്ന കാലം അടുത്തിരിക്കുന്നു. ഇവിടെ നിന്ന് ഞാൻ ലോകത്തോട് പറയുന്നു, എല്ലാ ഭീകരരെയും കണ്ടെത്തി പിന്തുടർന്ന് ശിക്ഷിക്കും. ഇന്ത്യയുടെ ആത്മാവിനെ തകർക്കാൻ ഭീകരതയ്ക്കാവില്ല എന്ന വാക്കുകളാണ് പ്രധാനമന്ത്രി വളരെ കൃത്യമായി തൻ്റെ ഒരു പൊതുപരിപാടിക്കിടെ അവസാന ഘട്ടത്തിൽ വളരെ കൃത്യമായ ഭാഷയിൽ അദ്ദേഹം പറയുകയും ചെയ്തത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ തന്നെ പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ചില സൂചനകളെല്ലാം തന്നെ നൽകിയിരുന്നുവെങ്കിൽ കൂടി, ഈ പ്രഭാഷണം ആരംഭിക്കുന്നതിന് മുൻപ് ചില സൂചനകളെല്ലാം തന്നെ നൽകിയിരുന്നുവെങ്കിൽ കൂടി, ഈ പ്രഭാഷണത്തിൻ്റെ അവസാനം കൃത്യമായ ഭാഷയിൽ, ശക്തമായ ഭാഷയിൽ അദ്ദേഹം ഭാരതത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. ഓരോ തീവ്രവാദിയെയും പിന്തുടർന്ന് പിടികൂടി അവർ ചിന്തിക്കുന്നതിനപ്പുറമുള്ള ശിക്ഷ അവർക്ക് ലഭ്യമാക്കുമെന്ന കൃത്യമായൊരു സൂചന നൽകുന്നതിൽ വളരെ കൃത്യമായി നമുക്ക് വായിച്ചെടുക്കാവുന്ന വസ്തുതകളുണ്ട്. കടുത്ത ഒരു ഭീകരവേട്ടയിലേക്ക് തന്നെ, അല്ലെങ്കിൽ ഭാരതം ഇന്നുവരെ ദൃക്സാക്ഷിയായ, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ജനത ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു ഭീകരവേട്ടയിലേക്ക് ഭാരതം പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊരു പക്ഷേ ഭാരതത്തിനകത്തുള്ള ഭീകരരെ കണ്ടെത്തി ശിക്ഷിക്കുന്നതുമായിരിക്കാം, അല്ലെങ്കിൽ നേരത്തെ നമുക്കറിയാവുന്നതുപോലെ പാകിസ്ഥാനിലും അതുപോലെ തന്നെ ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലുള്ള രാജ്യങ്ങളിൽ ഒളിച്ചിരിക്കുന്നവരെ എല്ലാം തന്നെ കണ്ടെത്തി ശിക്ഷിക്കുന്നതിനുള്ള നീക്കം തന്നെയായിരിക്കുമെന്ന് തന്നെയാണ് നിരീക്ഷിക്കപ്പെടുന്നത്. എന്തു തന്നെയായാലും വളരെ കൃത്യമായ വാക്കുകളിൽ പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതായത് ഭീകരരെ ഒരാളെയും വിടില്ല, ഈ ആക്രമണം നടത്തിയവരെയും അതിന് ആസൂത്രണം ചെയ്തവരെ ആരും വിടില്ല, അതിന് ഗൂഢാലോചന നടത്തിയവരെ ആരെയും വിടില്ല. അവരെ പിന്തുടരുകയും കണ്ടെത്തുകയും ശിക്ഷിക്കുകയും ചെയ്യും. ഒറ്റ ഭീകരരെയും ശിക്ഷിക്കാതെ വിടുകയില്ല. മാത്രമല്ല, ഭാരതത്തെ തകർക്കാൻ ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾക്കാവില്ല എന്നും വളരെ കൃത്യമായ ഭാഷയിൽ വ്യക്തമായി തന്നെ പ്രധാനമന്ത്രി പറയുകയും ചെയ്തിരിക്കുന്നു എന്നത് ഒരു വലിയ മുന്നറിയിപ്പായി തന്നെ, അല്ലെങ്കിൽ കൃത്യമായ മുന്നറിയിപ്പായി തന്നെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇന്നലെ നയതന്ത്ര തലത്തിലുണ്ടായ ശക്തമായൊരു പ്രതികരണത്തിന് പിന്നാലെ കൃത്യമായൊരു പ്രതികരണം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നത് രാജ്യം കണ്ട, അല്ലെങ്കിൽ ഇന്ന് വരെ ഭാരതം കണ്ട ഏറ്റവും ശക്തമായ ഒരു ഭീകരവേട്ടയ്ക്ക് രാജ്യം ഒരുങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ്. തീർച്ചയായും ഐസൺ സൂചിപ്പിച്ചതുപോലെ ശക്തമായ ഒരു താക്കീത് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം ഏത് രീതിയിലായിരിക്കും കടന്നാക്രമണം എന്നുള്ളത്. അത് ചരിത്രത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. 2016 ഉറി സർജിക്കൽ സ്ട്രൈക്കും 2019 ബലാക്കോട്ട് എയർ സ്ട്രൈക്കുമൊക്കെ എത്തരത്തിലാണ് ഈ ഭീകരവാദികളെ തച്ചുടച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇവിടെ നിരപരാധികളായ 26 പേരുടെ ജീവൻ എടുത്തതിന് തക്കതായ ശിക്ഷ തന്നെ ഭാരതം നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. ഈ ശക്തമായ വാക്കുകളിലൂടെ അത് പ്രതിഫലിക്കുകയല്ലേ? തീർച്ചയായും കാര്യം പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇതുവരെ നമ്മൾ പ്രധാനമന്ത്രിയുടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒന്നും കേൾക്കാത്തത്രയും ആർജവത്തോടെ അതിശക്തമായ ഭാഷയിൽ അദ്ദേഹം പറയുന്നത് ഈ കാര്യം തന്നെയാണ്. വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നത് ഭീകരരുടെ താവളങ്ങൾ തകർന്ന് മണ്ണടിയുന്ന കാലം എത്തിയിരിക്കുന്നു എന്നാണ്. തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ 2 സർജിക്കൽ സ്ട്രൈക്കുകളുടെയും ബലാക്കോട്ട് ശേഷമുണ്ടായ നടപടികളുടെയും എല്ലാം സ്വഭാവം ഇത്തരത്തിലുള്ള ഭീകര താവളങ്ങളെ തകർന്നടിയാനുള്ള വഴിയൊരുക്കുക എന്നത് തന്നെയാണ്. അത്തരത്തിൽ ഭീകര താവളങ്ങളെ തകർത്തെറിയാനുള്ള നീക്കം കൃത്യമായി നടത്തുമെന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ തീർച്ചയായും വായിച്ചെടുക്കേണ്ടത് നേരത്തെ നമ്മൾ അനുഭവിച്ച, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള തരത്തിലുള്ള ആക്രമണങ്ങൾ, സർജിക്കൽ സ്ട്രൈക്കിന് സമാനമായ ആക്രമണങ്ങളും അല്ലാതെയുമുള്ള ഭാരതത്തിനകത്തുള്ളവരെ പിന്തുടർന്നെത്തി കർശനമായ നടപടി സ്വീകരിക്കുക എന്ന നീക്കവും എല്ലാം തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്ക് ഒരു വാക്ക് എടുത്തു പറയാവുന്നതാണ്, ഭാരതത്തിൽ ഭീകരതയുടെ അവസാന കാലഘട്ടം ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറയുന്നത്. ഭീകരത ഇനി ഭാരതത്തെ വേട്ടയാടില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള നീക്കങ്ങൾ കൃത്യമായും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഒരു പൊതുവേദിയിൽ തന്നെ വളരെ കൃത്യമായി പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു എന്നത് നൽകുന്ന സന്ദേശം മറ്റൊന്നുമല്ല, ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി തന്നെ ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. അതുമാത്രമല്ല ഐസൺ, നമുക്കറിയാം ഭീകരവാദത്തിനെതിരെ ഏതു രീതിയിലുള്ള പോരാട്ടമാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഭാരതം നടത്തുന്നത് എന്നുള്ളത്. ശക്തമായ താക്കീതും നിലപാടുമായി ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ ഭീകരവാദത്തിനെതിരായ തങ്ങളുടെ നിലപാട് എപ്രകാരമാണ് എന്നുള്ളത്
എല്ലായിടത്തും പ്രധാനമന്ത്രി അത് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് മുന്നേറിയിട്ടുള്ളത്. അവിടെയും പരമപ്രധാനമായി പ്രധാനമന്ത്രി ആവർത്തിക്കുന്നത് തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ഭീകരതയ്ക്കെതിരായ കനത്ത പോരാട്ടം ഒരു ഭാഗത്ത് ആശയങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ 26 നിരപരാധികളെ കൊന്നൊടുക്കിയത്. അതും മതം ചോദിച്ചുകൊണ്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഏതെങ്കിലും ഒരു പൗരന് ജീവഹാനി നേരിടുമ്പോൾ എത്തരത്തിലാണോ കേന്ദ്ര സർക്കാർ ഇടപെടുന്നത്, പെരുമാറുന്നത്, അതിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ രീതിയിൽ തന്നെ ആയിരിക്കും ഇതിൻ്റെ തിരിച്ചടി എന്നല്ലേ നമുക്കും അനുമാനിക്കാൻ കഴിയുന്നത്. തീർച്ചയായും തീക്ഷ്ണമായൊരു തിരിച്ചടി തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന കൃത്യമായ സന്ദേശം തന്നെയാണ് പ്രധാനമന്ത്രി നൽകിയത്. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ഭാരതത്തിൻ്റെ ഭീകരവിരുദ്ധ നിലപാടുകളോടുള്ള അംഗീകാരം അന്താരാഷ്ട്ര തലത്തിൽ നേടിയതിൻ്റെ വളരെ കൃത്യമായി അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തു. മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും നമ്മോടൊപ്പമുണ്ട് എന്നൊരു വാക്ക് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു വാചകം തന്നെ വളരെ കൃത്യമായി ഉണ്ടായി. മാത്രമല്ല നമ്മോടൊപ്പം നിന്ന ലോകരാഷ്ട്രങ്ങൾക്ക് ഈ സംഭവം ഉണ്ടായപ്പോൾ, പഹൽഗാം ആക്രമണം ഉണ്ടായപ്പോൾ നമ്മോടൊപ്പം നിന്ന ലോകരാഷ്ട്രങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു കൂടി അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും നമ്മോടൊപ്പമുണ്ട് എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ നമ്മോടൊപ്പമുണ്ട് എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞതിനെ കൃത്യമായി നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ലോകം മുഴുവൻ നമ്മോടൊപ്പം നിൽക്കുമ്പോൾ, ഭീകരവിരുദ്ധ സഖ്യമായി നിൽക്കുമ്പോൾ ഭീകരതയ്ക്കെതിരെ മുന്നേറാനുള്ള ഒരു സാധ്യത തുറക്കണം എന്ന നിലപാട്, ഒരു ആഹ്വാനം തന്നെയാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകം ഭീകരതയ്ക്കെതിരെയുള്ള സഖ്യം രൂപീകരിക്കുന്നതിൽ നമുക്കറിയാവുന്നതാണ്. G20 സമ്മേളനമായാലും അതുപോലുള്ള ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന വേളകളിൽ എല്ലാം തന്നെ ഭീകരതയ്ക്കെതിരായ നിലപാട് വളരെ കൃത്യമായി പറയുകയും ഭീകരതയ്ക്കെതിരായ നിലപാട് പ്രധാന അജണ്ടയായി അല്ലെങ്കിൽ ടോപ്പ് അജണ്ടയായി അന്താരാഷ്ട്ര വേദികളിൽ അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഭാരതത്തിന് ഇത്രയും മികച്ച പിന്തുണ, അല്ലെങ്കിൽ ഈ ആക്രമണം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ലോക നേതാക്കളെല്ലാം തന്നെ വിഷയത്തിൽ ഇടപെടാനും ഭീകരവിരുദ്ധ നീക്കങ്ങൾക്ക് മികച്ച പിന്തുണ നൽകാനുള്ള കൃത്യമായൊരു നിലപാട് അറിയിക്കുകയും ചെയ്തത്. നമുക്കറിയാവുന്നതാണ്. ഇന്ന് അല്പസമയം മുമ്പാണ് പെൻറ്റഗൺ ഉദ്യോഗസ്ഥൻ്റെ നിലപാട് പുറത്തു വന്നത്. അമേരിക്ക ഉടൻ തന്നെ, വൈകാതെ തന്നെ പ്രഖ്യാപിക്കണം, പാകിസ്ഥാനെ ഒരു ഭീകര രാഷ്ട്രമായി പ്രഖ്യാപിക്കണം, ഭീകരനായി പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയെയും പ്രഖ്യാപിക്കണം എന്നൊരാവശ്യം തന്നെ പെൻറ്റഗണിൻ്റെ ഒരു മുൻ ഉദ്യോഗസ്ഥൻ പറയുന്നൊരു സാഹചര്യം പോലും ഉണ്ടായി. തീർച്ചയായും അത്തരത്തിലുള്ള ലോകം മുഴുവൻ കൃത്യമായി പ്രതികരിക്കുന്ന രീതിയിലുള്ള ഒരു നീക്കത്തിനെ ചുക്കാൻ പിടിക്കാൻ തന്നെയാണ് പ്രധാനമന്ത്രി മുന്നോട്ട് പോകുന്നത്. കൃത്യമായ പിന്തുണ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് നേടിയെടുക്കുകയും അതുപോലെ തന്നെ ഭീകരതയ്ക്കെതിരായ ശക്തമായൊരു പോരാട്ടം ആരംഭിക്കുകയും ചെയ്യുക എന്നത് വാക്കുകളിൽ വ്യക്തമാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗത്തിൽ. ശരിയായി സുന. എന്തായാലും ഭീകരരുടെ നട്ടല്ലൊടിക്കുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഭീകരർ മനസ്സിൽ കാണാത്ത ശിക്ഷ തന്നെയായിരിക്കും നൽകുക. ഭൂമിയുടെ ഏത് കോണിലാണെങ്കിലും ഭീകരർക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ വാക്കുകളിലേക്ക്. From the soil of Bihar, I say to the whole world, India will identify, track and punish every terrorist and their backers. We will pursue them to the ends of the earth. India's spirit will never be broken by terrorism. Terrorism will not go unpunished. Every effort will be made to ensure that justice is done. The entire nation is firm in this resolve. Everyone who believes in humanity is with us. I thank the people of various countries and their leaders who have stood with us in these times. ഭീകരർക്ക് ശക്തമായ മുന്നറിയിപ്പ് തന്നെ നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി. ഭാരതത്തിന്റെ ആത്മാവിനെ തകർക്കാൻ ഭീകരതയ്ക്കാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതുമാത്രമല്ല, ഭീകരർ ഭൂമിയുടെ ഏതു കോണിലാണെങ്കിലും അവർക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു.